മാരത്തോൺ ചർച്ചകൾക്കും ഉദ്വേഗം നിറഞ്ഞ മണിക്കൂറുകൾക്കും ഒടുവിൽ പോലും ഇന്ന് പ്രഖ്യാപനമുണ്ടായില്ല. ഇന്നും മുഖ്യമന്ത്രി ആരെന്നറിയാൻ നമുക്ക് സാധിച്ചില്ല. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ പ്രഖ്യാപനം നാളെ മാത്രമേ ഉണ്ടാകൂ എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത്. എല്ലാ ചർച്ചകളും പൂർത്തിയായതായി മുതിർന്ന നേതാവ് ജയറാം രമേശ് ഈ അല്പം മുമ്പ് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ചർച്ച നടത്തിയിരുന്നു. ഏതാനും ദിവസങ്ങളായി ഡൽഹിയിൽ നാടകീയ സംഭവങ്ങൾക്കാണ് ഒടുവിൽ നാളെ അവസാനമാവുക. എന്ന് വെച്ചാൽ ഇന്ന് അവസാനമായിട്ടില്ല എന്നതാണ് പ്രധാനമായിട്ടും ലീഡായിട്ട് മനസ്സിലാക്കേണ്ടത്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്ന ചർച്ചകൾക്കൊടുവിൽ ആരുടെ പേരാകും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ഇപ്പോഴും. 3 നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട് എന്നിരിക്കെ ആരുടെ പേരിലേക്കാകും ഹൈക്കമാൻഡ് എത്തിച്ചേർന്നത് എന്ന ചോദ്യം ഇന്നും ഈ രാത്രി അവസാനിക്കുമ്പോഴും ഈ ദിവസം അവസാനിക്കുമ്പോഴും ബാക്കിയാവുകയാണ്. RDX റാപ്പ് കാണാം. മുഖ്യമന്ത്രി ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഘടകകക്ഷികൾ ഉൾപ്പെടെ ഉയർത്തുന്നത്. രാഷ്ട്രീയ അനിശ്ചിതത്വം പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയുണ്ടാക്കിയെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഘടകകക്ഷികൾക്കെതിരെ MM ഹസൻ നടത്തിയ പരാമർശങ്ങൾ നിർഭാഗ്യകരമാണെന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. ഇതിനിടെ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ സോണിയാഗാന്ധി മുസ്ലിം ലീഗിന്റെ നിലപാട് ചോദിച്ചറിഞ്ഞു. VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ ആവർത്തിച്ചു. ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച മുഖ്യമന്ത്രി പോര് തെരുവിൽ തുടരുകയാണ്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വയനാടും കോഴിക്കോട് മുക്കത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. KC വേണുഗോപാലിനും ഷാഫി പറമ്പിലിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ പരാമർശങ്ങൾ കനക്കുകയാണ്. പെരുമ്പാവൂരിൽ സ്വകാര്യ പരിപാടിക്കെത്തിയ ബെന്നി ബെഹനാൻ MPയെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. അതേസമയം തൃക്കാക്കരയിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ചും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ചർച്ച ഇത്രയും പ്രതിസന്ധിയിലാക്കിയതിന് പിന്നിൽ മുസ്ലിം ലീഗാണെന്നാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ ആരോപണം. RDX റാപ്പ് ന്യൂസ് മലയാളം. മുഖ്യമന്ത്രി തീരുമാനം വൈകിയത് വിജയത്തിന്റെ ശോഭയെ ബാധിച്ചു എന്നുള്ളത് വസ്തുതയാണെന്ന് ഇന്ന് VM സുധീരൻ അല്പം മുമ്പ് പറഞ്ഞു. തീരുമാനം നേരത്തെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്നും ജനമനസ് അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനം നാളെ ഉണ്ടാകുമെന്നും സുധീരൻ പറഞ്ഞു. ഏതായാലും തീരുമാനം നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ചെറിയൊരു പ്രയാസം ആളുകൾക്കുണ്ട്, ജനങ്ങൾക്ക് നല്ല പ്രയാസമുണ്ട്, അതൊരു വസ്തുതയാണ്. പക്ഷേ ഗവൺമെൻറ് ഫോം ചെയ്ത് അതിൻ്റേതായ രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ പരിഹാരമായി ജനമനസ്സറിഞ്ഞുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, എല്ലാവരും വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നത് ശരിയല്ലല്ലോ എന്നും റെസ്പോൺസിബിൾ മാറ്റർ അല്ലേ എന്നുമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് പ്രതികരിച്ചത്. ലീഗിന്റെ മന്ത്രിമാരെക്കുറിച്ചുള്ള ചർച്ച ഹൈക്കമാൻഡ് തീരുമാനം വന്ന ശേഷമാണെന്നും കുഞ്ഞാലിക്കുട്ടി നേരത്തെ ഞങ്ങളോട് പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തങ്ങളെ അധികാരപ്പെടുത്തി. അതേസമയം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതോടെ രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത് എന്നും അത് പരിഹരിക്കപ്പെടണമെന്നും NK പ്രേമചന്ദ്രൻ MP രാവിലെ പറഞ്ഞു. ഘടകകക്ഷികൾ അരുതാത്തത് ചെയ്തുവെന്ന തരത്തിലുള്ള MM ഹസന്റെ പരാമർശം നിർഭാഗ്യകരമാണെന്നും പ്രേമചന്ദ്രൻ രാവിലെ പറഞ്ഞു. മുഖ്യമന്ത്രി തർക്കത്തിൽ തങ്ങൾ ആരെയും ഔദ്യോഗികമായി പിന്തുണച്ചിട്ടില്ല എന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും കാന്തപുരം വിഭാഗം നേതാവ് അബ്ദുൽ ഹക്കീം അസ്കരിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സുന്നി സമുദായത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി തർക്കത്തിൽ ബെന്നി ബെഹനാനോട് നേരിട്ട് ആവശ്യമുന്നയിച്ച് VD സതീശൻ അനുകൂലികളും രംഗത്തെത്തിയിരുന്നു. VDയെ മുഖ്യമന്ത്രിയായി ഉടൻ പ്രഖ്യാപിക്കണമെന്നായിരുന്നു പെരുമ്പാവൂരിൽ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ ബെന്നി ബെഹനാനോട് പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. അതെല്ലാം കാണാം. 102 സീറ്റ് വാങ്ങി തിളക്കമാർന്ന വിജയം കൈവരിച്ച് അത്യുത്സാഹത്തോടുകൂടി ഒരു ഗവൺമെന്റ് രൂപീകരിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് വഴുതി വീണത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാരിൽ നൈരാശ്യമുണ്ടാക്കി എന്നുള്ളതൊരു വസ്തുതയാണ്. ബഹുമാനപ്പെട്ട ശ്രീ MM ഹസൻ പറയുന്നത് കേട്ടാൽ ഞങ്ങൾ അനധികൃതമായി അനാവശ്യമായി തിടുക്കപ്പെട്ട് കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെട്ടു എന്ന നിലയിലാണ് അദ്ദേഹം ലീഗിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം. വളരെ വളരെ നിർഭാഗ്യകരമായി പോയി ശ്രീ MM ഹസൻ നടത്തിയ പരാമർശം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇന്നാളെയാണ് പിന്താങ്ങുന്നത്,
അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആ ജയിച്ചു പോയ UDFന്റെ ആ MLA-മാരൊക്കെ ഇതിന് അർഹരാണ്. സ്വാഭാവികമായിട്ട് വലിയ കക്ഷിൻ്റെ നേതാക്കന്മാരായിരിക്കും മുഖ്യമന്ത്രിയായി വരിക. അത് ആര് വന്നാലും സമസ്തകളുടെ ജമീയത്തുലമക്ക് അതിലൊരു എതിർപ്പില്ല. ആര് വന്നാലും സമസ്തകളുടെ ജമീയത്തുലമക്ക് ആവശ്യമുള്ള സംഗതികൾ അവരെ മുന്നേ നമ്മൾ ബോധിപ്പിക്കും. അപ്പോൾ ആര് മുഖ്യമന്ത്രിയാകുന്നു എന്നതിനേക്കാൾ അപ്പുറം ഒരു മുഖ്യമന്ത്രി പെട്ടെന്നുണ്ടാവുക എന്നതാണ് ജനങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ. നമുക്കിപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാവരും തന്നെ യോഗ്യരായ ആളുകളാണ്. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് പാർട്ടിയാ. അങ്ങനെയുള്ള ആളാരാവണം എന്നൊന്നും പറയുന്ന ഒരു രീതി സമസ്തയ്ക്ക് ഇല്ലല്ലോ. ഞങ്ങൾ ഒരുപാട് യുവാക്കൾ സാറിന് തന്നെ അറിയാം. എന്തായാലും സാറിന്റെ ഒരു നിലപാട് ഞങ്ങൾക്ക് അറിയണം. കാരണം ഞങ്ങളുടെ MP ആണ്. കാരണം വേറെ ഒന്നുമല്ല. ഇനി ഡൽഹിക്ക് വിളിപ്പിക്കാൻ ബാക്കിയുള്ളത് വോട്ട് ചെയ്ത ജനങ്ങൾ മാത്രമാണ്. ബാക്കി എല്ലാവരെയും ഏതാണ്ട് ഡൽഹിക്ക് വിളിപ്പിച്ചു. 10 ദിവസം കഴിഞ്ഞു. കോൺഗ്രസ് അവകാശപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഓരോ ദിവസവും കൂടി വരികയാണെന്നാണ്. ഇങ്ങനെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചാൽ ജനാധിപത്യ സൗന്ദര്യ മത്സരത്തിൽ കേരളം ഒരു മിസ് വേൾഡായിട്ട് തിരഞ്ഞെടുക്കപ്പെടാവുന്ന കരുത്തായി കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ ഉയർച്ചയിലേക്ക് ഈ സൗന്ദര്യത്തെ കൊണ്ടുപോകരുത്. സത്യത്തിൽ അതല്ല. സത്യത്തിൽ ഇവിടെ ആരെ കുഴപ്പമുണ്ടാക്കിയത്? മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിനുള്ളതാണെന്ന് നേരത്തെ തന്നെ ഒരു ധാരണയില്ലേ? അവിടെ ഒരാൾക്ക് പകരം 3 പേരായി. അത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ കയറി ഈ ഘടകകക്ഷികൾ എന്തുകൊണ്ടാണ് ഇടപെട്ടത്? ആവശ്യമില്ലാതെ അവരുടെ ഇടപെടലാണ് ഇതിന് പ്രധാനമായും ഇത് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഉണ്ടായിട്ടുള്ള ഈ തടസ്സം. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ നമ്മൾ ഇത്രയും നേരം കണ്ടല്ലോ. ഇന്ന് ദിവസം മുഴുവൻ മറ്റു വാർത്തകൾ കൊടുക്കാൻ പറ്റാത്തതും എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഈ സംഗതിയിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ഇപ്പം എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? അതായത് ഇന്നലെ നമ്മൾ നിർത്തുമ്പോൾ ഞാൻ KC വേണുപോലാകും നാളെ എന്നൊരു തോന്നൽ വെച്ചിട്ടാണ് നിർത്തിയെങ്കിൽ ഇന്ന് എനിക്കുള്ള തോന്നൽ ആദ്യമേ പറയാമല്ലോ, അത് VD സതീശൻ നാളെ ആവുന്നതാണ്. അപ്പോൾ ഇത് ഇന്നലെയുള്ള കാര്യങ്ങൾ തെറ്റി, ഇന്നുണ്ടായില്ല. അപ്പോൾ നാളെ ഉണ്ടാകുമെന്ന് പറയുന്നു. എന്താ തോന്നുന്നത്? ഇപ്പോൾ എനിക്കിന്ന് തോന്നിയത് എല്ലാ നേതാക്കന്മാരുടെയും വസതിയിൽ ആളുകൾ തടിച്ചുകൂടി. എനിക്കൊന്ന് KC വേണുഗോപാലിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കേരളത്തിൽ ആൾ തടിച്ചുകൂടാത്തത്. പക്ഷേ KPCC ആസ്ഥാനത്ത് ആളുണ്ടായിരുന്നു, രമേശ് ചെന്നിത്തലയുടെ വീട്ടിലാളുണ്ടായിരുന്നു, VD സതീശൻ്റെ വീട്ടിലാളുണ്ടായിരുന്നു. എന്നാൽ ഇവരിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇന്നലെ വൈകുന്നേരം വരെ KC വേണുഗോപാലായിരുന്നു. അതാണ് അവസ്ഥ. ഇതൊരു മാതിരി ലോട്ടറി എടുത്തിട്ട് ആളുകൾ കാത്തു നിൽക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ. അതായത് എല്ലാവരും വോട്ട് ചെയ്തു. വോട്ട് ചെയ്തവർ വോട്ട് ചെയ്തവർക്കൊപ്പം തന്നെ ഈ നേതാക്കന്മാരെ പിന്തുണയ്ക്കുന്നവർ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരാൻ. അവിടെ ലോട്ടിട്ട് അവസാനം ഒരു തീരുമാനം എത്തും എന്നുള്ള മട്ടിൽ ആളുകൾ കാത്തു നിൽക്കുന്നത് അങ്ങേയറ്റം പരിഹാസ്യമായ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ബൈറ്റ് കേട്ടല്ലോ. അതായത് മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതല്ല, ആരെങ്കിലും ഒരു മുഖ്യമന്ത്രി ഒന്ന് ആയി കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മനോനിലയിലേക്ക് ആളുകൾ എത്താൻ വേണ്ടി ഹൈക്കമാൻഡ് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതാണോ എന്ന് ന്യായമായും എനിക്ക് സംശയമുണ്ട്. ഈ പ്രതിഷേധം സ്വാഭാവികമായും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തണുക്കുമല്ലോ. പണ്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഈ ചർച്ചയാവുമ്പോൾ കുറേ കഴിയുമ്പോൾ ആളുകൾക്ക് ഈ ചർച്ച അങ്ങ് മടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒരിടത്തൊന്നും അവസാനിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് മുമ്പ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മട്ടിൽ ഇതൊരു ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുക, ആ ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന ആളുകളെല്ലാം ഇങ്ങനെ ഓരോരുത്തരായിട്ട് പല ആളുകളെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുക. അവിടെ ഹൈക്കമാൻഡ് ആകെ കൺഫ്യൂസ്ഡ് ആണെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവുക. അപ്പോൾ ഇനി ആരെയാണ് വിളിച്ച് ചോദിക്കാനുള്ളത് എന്നുള്ളത് അവിടെ ഇരുന്ന് ആലോചിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു സംഘത്തെ അങ്ങോട്ട് വിളിക്കുന്നു. ആ സംഘം പോയി വന്നതിന് ശേഷം അടുത്ത സംഘത്തെ വിളിക്കുന്നു. അങ്ങനെ പലരോടും അഭിപ്രായം ചോദിച്ച് ഇനി ആരോടും ചോദിക്കാനില്ല എന്നുള്ള ഘട്ടത്തിലെത്തി. ഇനിയിപ്പോൾ ഈ ചോദിച്ചു വരുമ്പോൾ എന്താണ് അവസ്ഥ? ഈ ചോദിച്ചു വരുമ്പോൾ മറ്റെന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതല്ലേ പ്രശ്നം. സനീഷ, ഇത് ഹൈക്കമാൻഡിന് രണ്ടാമത്തെ മണിക്കൂറിൽ പരിഹരിക്കാമായിരുന്ന പ്രശ്നമാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഇപ്പോൾ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ ആക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചർച്ച നീട്ടിയതെങ്കിൽ വളരെ പെട്ടെന്ന് തീരുമാനിക്കാമായിരുന്നു. കാരണം ഈ 63 MLA-മാരിൽ 48 പേര് KC വേണുഗോപാലിനൊപ്പമാണ്
എന്നാണല്ലോ സ്ഥിരീകരിക്കപ്പെടുന്ന വിവരങ്ങൾ. അപ്പോൾ തന്നെ എന്താണ് സിംഹഭൂരിപക്ഷം അങ്ങനെ കെ സി വേണുഗോപാലിനൊപ്പം അണിനിരക്കുന്നു. ഇവിടെ ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഒഴികെയുള്ള ബാക്കി എം പിമാരെല്ലാവരും കെ സി വേണുഗോപാലിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. അതുതന്നെയാണ് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. രാഷ്ട്രീയകാര്യ സമിതിയിൽ VM സുധീരൻ ഒഴികെ മറ്റുള്ളവരെല്ലാം ചിലർ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കെ സി വേണുഗോപാലിന് തന്നെയാണ് ഒരു പിന്തുണ എന്ന മട്ടിൽ അങ്ങോട്ട് ചെല്ലുന്നത്. മുൻ KPCC പ്രസിഡന്റുമാരുടെ പട്ടിക എടുത്താലും ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ആ നിലയ്ക്ക് കെ സി വേണുഗോപാലിന് ലഭ്യമാകുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ ഡൽഹിയിലുള്ള നേതാക്കന്മാരുടെ കാര്യം എടുത്താൽ അവർക്കവിടെ ഈ പറഞ്ഞ പോലെ ഈ AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് വലിയ പദവിയാണ്. ഇങ്ങനെ സൗത്ത് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടാൽ അവിടെ ഒരു ഒഴിവുണ്ടാകും എന്നുള്ളതാണല്ലോ അവരുടെ ആഗ്രഹം. അവരുടെയും ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ കെ സി വേണുഗോപാലിന് ലഭിക്കുന്നു. ഈ പിന്തുണ ഉണ്ട് എന്നുള്ളത് ഹൈക്കമാൻഡിന് അറിയാൻ 10 ദിവസം വേണം. ഹൈക്കമാൻഡിന് അറിയാൻ 10 ദിവസം വേണം. ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഈ മുഴുവൻ പേരുടെയും പിന്തുണ അറിയാവുന്ന ഒരു സംവിധാനം അവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ. അത് വെച്ച് നീട്ടി. കാരണം അത് വഷളാക്കിയത് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയില്ലാത്ത ഹൈക്കമാൻഡാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ തന്നെ ഇത് കെ സി വേണുഗോപാലിനെ തീരുമാനിക്കാനാണെങ്കിൽ ഇത് മുമ്പ് എപ്പോഴും ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞിരുന്നത് എന്താണ്? അത് പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമുള്ള ആർക്കാണോ, MLA മാരുടെ ഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ ആർക്കാണോ അയാൾക്കാണ് സാധാരണ നറുക്ക് വീഴുക എന്നുള്ളത് ഈ നേതാക്കന്മാരെല്ലാം മലയാളികളെ പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ തീരുമാനം എടുക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ ഇപ്പോൾ കാണുന്ന തരത്തിൽ ഈ പ്രതിഷേധങ്ങളൊന്നും വളരില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ഞാളെ ചെറിയ രാഷ്ട്രീയ ബുദ്ധിയിൽ തോന്നുന്നത് അത് നേരത്തെ അങ്ങ് തീരുമാനിക്കാമായിരുന്നു. ആ തീരുമാനം ഉണ്ടായാൽ പതുക്കെ ഈ പ്രതിഷേധങ്ങളൊക്കെ കെട്ടടങ്ങിയേനെ. ഇതങ്ങനെയല്ല, പ്രതീക്ഷ കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും പ്രതീക്ഷ കൊടുക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷ കൊടുത്ത് ഇത് പെട്ടെന്ന് പരിഹരിക്കാനാവാത്ത തരത്തിലങ്ങ് വളർന്നു. ഇനി എന്ത് തീരുമാനമുണ്ടായാലും അതിൻ്റെ അസ്വാരസ്യങ്ങൾ തുടർന്നങ്ങോട്ട് നീണ്ടു നിൽക്കും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആരെ തീരുമാനിച്ചപ്പോൾ VD സതീശനെ തീരുമാനിച്ചാൽ കെ സി വേണുഗോപാൽ എന്ന് പറയും ഞാനല്ലേ പേര് നിർദ്ദേശിച്ചത്, അതിനപ്പുറത്തെന്താ ഇതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷേ ഒരു വാർത്തയുണ്ട്. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം നാളെ രാവിലെ 11 തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് വെച്ച് വീണ്ടും അപ്പോൾ അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം. ഇനി പാർലമെൻ്ററി പാർട്ടി യോഗത്തിൻ്റെ ഭൂരിപക്ഷം ഒരിക്കൽ കൂടി തേടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോഴേക്ക് പറഞ്ഞ MLA-മാരുടെ നിലപാടുകളിൽ മാറ്റം വരുമോ അതും അറിയില്ല. എന്തായാലും നാളെ ആ പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഐകകണ്ഠേനയുള്ള ഒരു തീരുമാനമായി അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ MLA-മാരും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഈ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രതിഷേധം തണുപ്പിക്കാം എന്നുള്ളതായിരിക്കും ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്ന കാര്യം. അതിനുണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തെ വെച്ച് വലിച്ചു നീട്ടി. അപ്പോഴാണ് അവർക്കും ഇവർക്കുമൊക്കെ അഭിപ്രായം പറയാനുള്ള അവസരം വന്നത്. ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് സനീഷ് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാവുന്ന ചില പ്രതിസന്ധികൾ ഹൈക്കമാൻഡ് ഇപ്പോൾ നേരിടുന്നുണ്ടാവാം. അത് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇദ്ദേഹം ഉണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗം ഡോക്ടർ അബ്ദുൽ സലാം അഹമ്മദ്, അദ്ദേഹം ആദ്യം തന്നെ തെരുവിലിറങ്ങിയ ആളുകൾ പ്രതിഷേധിക്കുമെന്നൊക്കെ അങ്ങ് പ്രഖ്യാപിച്ചു. ആര്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറാംഗമാണ് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ VD സതീശന് കൊടുത്തില്ലെങ്കിൽ അത് VD സതീശനിട്ടുള്ള ഒരു സ്നേഹപ്പാരയായിരുന്നു. അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം അതൊക്കെ തന്നെ പിന്നെ തീരുമാനത്തിലേക്ക് വേഗത്തിലെത്താൻ അവർക്ക് തടസ്സമാകും. ഇപ്പോൾ VD സതീശന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സ്നേഹപ്പാര വരുന്നതോടെ അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകും. അതിനകത്ത് തർക്കമൊന്നുമില്ല. കാരണം ഈ ദേശീയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളെ പ്രതിരോധിക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴും കോൺഗ്രസിന് അത്ര വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഇവിടെ കോൺഗ്രസിൻ്റെ റാലികളിൽ അല്ലെങ്കിൽ UDF-ൻ്റെ റാലികളിൽ ലീഗിന് കൊടി മടക്കി വെക്കേണ്ടി വരില്ലായിരുന്നു. ആ സാഹചര്യം അവിടെ ഉണ്ട്. ഇവിടെ ഏത് കൊടി കണ്ടാലും ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലെ വിവരം കെട്ട ഇൻഫ്ലുവൻസേഴ്സ് ഇത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് അവിടെ ഒരു വിവരദോഷം അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ വേറെ എന്തെങ്കിലും കൊണ്ടല്ല. അതിനെ പ്രതിരോധിക്കാനായിട്ട് ഓവർ എഫേർട്ട് അവിടെ ഈ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അതാത് പ്രദേശങ്ങളിൽ ഇടേണ്ടി വരുമെന്നുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ്. എന്തായാലും അത് ഒന്നുകൂടി ആലോചിക്കാൻ ഒരുപക്ഷെ ഇവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇനി ഘടകകക്ഷികളുടെ മുഴുവൻ അഭിപ്രായം, അവരോട് അഭിപ്രായം തേടുന്ന ശീലമുണ്ട്. പണ്ട് കെ കരുണാകരനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് A ഗ്രൂപ്പ് ഈ അഭിപ്രായമൊക്കെ തേടിയിട്ടുള്ളതാണ്. അത് അങ്ങനെ ഒരു ചരിത്രം നമുക്ക് മുന്നിലുള്ളതാണ്. അപ്പോൾ ആ അഭിപ്രായം തേടിയതിൻ്റെ ആ സ്വഭാവത്തിൽ തന്നെ ആയിരിക്കാം ഈ ഘടകകക്ഷികളോട് അഭിപ്രായം തേടിയിട്ടുണ്ടാവുക. ഇന്ന് അതെവിടെ എത്തി നിൽക്കുന്നത്? ഈ ഘടകകക്ഷികളോട് അഭിപ്രായം തേടിയ ആ സീനുണ്ടല്ലോ, അതെവിടെ എത്തി നിൽക്കുന്നത്?
ഘടകകക്ഷികളോട് ഹൈക്കമാൻഡ് അഭിപ്രായം തേടി. അവിടേക്ക് വിളിപ്പിച്ചത് ഹൈക്കമാൻഡ്. ഇവിടെ പക്ഷേ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എം എം ഹസൻ പറഞ്ഞത് കേട്ടില്ലേ, ആ ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ട കാര്യമല്ലെന്ന് വേറെ പലരും പറഞ്ഞു. അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഇവരെല്ലാവരും ഘടകകക്ഷികളുടെ അഭിപ്രായ പ്രകടനത്തിനെതിരെ ശക്തമായ ഭാഷയിൽ അവർ രംഗത്ത് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ, ഈ 10 ദിവസം മുമ്പ് ഒരമ്മ പറ്റ മക്കളെ പോലെ നിന്നിരുന്ന ഘടകകക്ഷികളെല്ലാം നിപ്പിണങ്ങി. ഇന്ന് ഷിബു ബേബി ജോണിൻ്റെ പ്രതികരണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എം എം ഹസൻ ഇനി ഷിബു ബേബി ജോണിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ആ മട്ടിലുള്ള പ്രതികരണമാണ് ഷിബു ബേബി ജോൺ നടത്തിയത് RSPക്ക് വേണ്ടി. അദ്ദേഹം പറഞ്ഞെന്താ, ഇപ്പോൾ ഇതുവരെ ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടും ഇനി അങ്ങോട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടും ഞാൻ നാടൻ ഭാഷയിൽ മറുപടി തരുന്നില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ചൊപ്പം നേരിട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എം എം ഹസനോട് പറഞ്ഞത്. KPCCയുടെ മുൻ പ്രസിഡന്റ് അവിടെ ഹൈക്കമാൻഡിൻ്റെ അടുത്ത് പോയി അഭിപ്രായം പറഞ്ഞിട്ട് വന്ന ആളോട്. അപ്പോൾ ഈ മട്ടിൽ ഇവിടെ വഷളാക്കി. ഇതൊക്കെ ഈ ആദ്യത്തെ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട് ആളുകളെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ പറയുന്ന കാര്യമുള്ളൂ. ഈ അഭിപ്രായമെല്ലാം പറഞ്ഞിട്ട് അത് ക്രോഡീകരിച്ച് ഒരു തീരുമാനം അങ്ങ് പ്രഖ്യാപിക്കാവുന്നതേ ഉള്ളൂ. ഇത് വെച്ചുകൊണ്ടിരുന്നു. അപ്പം ഹൈക്കമാൻഡിൻ്റെ താല്പര്യങ്ങളോ എന്തൊക്കെയോ ഇതിനകത്ത് പലതരത്തിൽ പ്രവർത്തിച്ചു. ഇതിനകത്ത് വേറെ അതിനിടയ്ക്ക് എന്താണ് മറ്റു പല കാര്യങ്ങൾ പിന്നീട് ചർച്ചയായി. ഇതൊന്നും ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ. അത് VD സതീശൻ എന്താണ് മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി. ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയത് എന്താണ്, അവിടെ ധനിയുടെ ഡയറക്ടറെ കണ്ടു, അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തി. അത് പിന്നീട് അവിടെ ചർച്ച. അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സതീശൻ ഇവിടുന്ന് തെളിവുമായിട്ട് അവിടേക്ക് ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ പോയി മറ്റെല്ലാവരും കാണുന്നതാണ്, ആ മട്ടിൽ ഞാനും കണ്ടതാണ് എന്ന മട്ടിൽ തെളിവ് സമർപ്പിക്കേണ്ട അവസ്ഥ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് എന്തിനാണ്? ഇത് VD സതീശനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇനിയിപ്പോൾ പാർലമെൻ്ററി പാർട്ടി അല്ല പോട്ടെ, അതിനപ്പുറത്തും KC വേണുഗോപാലിനെ അല്ലാതെ തീരുമാനിക്കാനാണ് ആലോചന. അതായത് പാർലമെൻ്ററി പാർട്ടിയുടെ ഭൂരിപക്ഷത്തെയും മറികടന്നുകൊണ്ടൊരു തീരുമാനമെടുക്കാനാണെങ്കിലും ഇവർക്ക് 2 മണിക്കൂർ മതി. ഒരാവശ്യവുമില്ലാതെ ഇനി ഇതുകൊണ്ടുണ്ടാവുന്ന എല്ലാ കുഴപ്പത്തിൻ്റെയും ഉത്തരവാദിത്വം ഹൈക്കമാൻഡിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഹൈക്കമാൻഡ് ആ സംവിധാനത്തിനകത്ത് എണ്ണം ഇപ്പോഴും എനിക്കത്ര വ്യക്തമല്ലാത്തതുകൊണ്ടാണ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. എന്തായാലും അതിനകത്ത് രാഹുൽ ഗാന്ധിയുണ്ട്, അതിനകത്ത് മല്ലികാർജ്ജുൻ ഖാർഗെയുണ്ട്. ഈ 2 പേരുടെയും പേര് അറിയാവുന്നത് കൊണ്ട് ഈ 2 പേരെന്തായാലും ഉണ്ടാകും. പിന്നെ ഈ ഇതിൻ്റെ ജയറാം രമേശിനെ പോലെയുള്ളവർ അതിനകത്തുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അവരെല്ലാം അവർക്ക് ഉത്തരവാദിത്വം തുല്യ ഉത്തരവാദിത്വം. അതിൽ ഉൾപ്പെടുന്ന ഒരാളാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് KC വേണുഗോപാലിന് പറയാൻ പറ്റില്ലല്ലോ എല്ലാ ദിവസവും പോയിട്ട് അല്ല എൻ്റെ പേരൊന്ന് പ്രഖ്യാപിക്കുക എന്ന് പറയാൻ പറ്റുമോ KC വേണുഗോപാലിന്? ഈ കാര്യങ്ങൾ അറിയാവുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ വലിയ വീഴ്ച ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ജനവികാരം എന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് ബോധ്യപ്പെടുത്തുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് മാത്രമാണ് പരിഗണിക്കുന്നതെങ്കിൽ ജനവികാരം അറിഞ്ഞ് ഒരു തീരുമാനമെടുക്കണമെന്ന് ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം ഇങ്ങനെ ചെല്ലുകയാണ്. ജനവികാരം അറിഞ്ഞ് തീരുമാനമെടുക്കുക. ഒരു ജനവികാരം അറിഞ്ഞതല്ലേ ഉള്ളൂ, ഇനി വേറെ ജനവികാരം അറിയാൻ വോട്ടെടുപ്പ് വല്ലതും നടത്തുന്നുണ്ടോ? അപ്പോൾ അറിഞ്ഞ ജനവികാരം വെച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്. ഇത് വളരെ പരിഹാസ്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല, അത് തന്നെയാണ്. അതായത് അതിനകത്ത് ഇത്രയും ദിവസം എന്തായാലും എടുക്കരുതായിരുന്നു, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് ഇത്രയും പ്രധാനപ്പെട്ടൊരു സമയത്ത് കേരളം പോലൊരു സ്ഥലത്ത് വലിയ വിജയം ഉണ്ടായി കൊടുത്തിട്ട് ഇതിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പാലിൽ പുഴുങ്ങിയിട്ട് കാടിവെള്ളത്തിൽ കഴുകുക എന്നൊരു പറച്ചിലുണ്ട്, ഒരു ചൊല്ലുപോലെ. നമ്മുടെ അമ്മയൊക്കെ പറയും, അതായത് നമ്മളെന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് അത് പിന്നെ കുളമാക്കുമ്പോൾ നമ്മൾ തന്നെ കുളമാക്കുമ്പോൾ പാലിൽ പുഴുങ്ങിയിട്ട് നീ കാടിവെള്ളത്തിൽ കഴുകരുത്. കാടിവെള്ളം എന്ന് വെച്ചാൽ പശുവിന് കൊടുക്കുന്ന വെള്ളമാണ്, മോശം വെള്ളം. അപ്പോൾ പാലിൽ പുഴുങ്ങിയ സംഗതി കാടിവെള്ളത്തിൽ കഴുകിക്കളരുതെന്നാണ് പറയുന്ന അർത്ഥം. അത്രയും മോശം കാര്യം ചെയ്തത് നമ്മൾ. ഇതിപ്പോൾ പാലിൽ പുഴുങ്ങുന്ന പോലെ ഉണ്ടാക്കിയൊരു ഗംഭീര വിജയം, എന്നിട്ട് ഇവർ കൊണ്ടുപോയിട്ട് ചെളിവെള്ളത്തിൽ അതിനെ മുക്കുകയാണ്, കുളിപ്പിക്കുകയാണ്. അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും മനോഹരമായൊരു ജനവിധി അവർ സമ്പാദിച്ചു. കാരണം എന്താണ്, 10 വർഷമായിട്ട് ഭരിക്കുന്നു അവർ. ഈ അപ്പുറത്താണെങ്കിൽ സർവ്വസജ്ജമായിട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ ജനം മനസ്സിൽ വളരെ കൃത്യമായിട്ട് തീരുമാനിച്ചിട്ട് ഇവർക്ക് ആഞ്ഞ് വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു കൊടുത്തു. 102 സീറ്റ്. ഇപ്പോൾ ആ 102 MLA അവർക്കുണ്ട്, 102 MLA. ആ 102 MLA ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മൾ 10 ദിവസം മുമ്പ് വരെ അല്ലെങ്കിൽ റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ടേ നമ്മൾ കണ്ടത് 102 എന്ന ഒറ്റ ബ്ലോക്കായിട്ടാണ് നമ്മളവർ കണ്ടത്. 35 പേർ അപ്പുറത്തും 102 പേര് ഇപ്പുറത്തും ഒറ്റ ബ്ലോക്കായിട്ട് നിൽക്കുകയായിരുന്നു. ഈ 102 MLA 3 ഇപ്പോൾ പിരിഞ്ഞു, ആളുകളെ കൺഫ്യൂഷനിലാക്കി. ഇവർക്ക് വോട്ട് ചെയ്ത ആളുകൾ തന്നെ ഇപ്പോൾ ആകെപ്പാടെ പ്രശ്നമായി. അപ്പോൾ ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ കാലം ഏതാണ്, കോൺഗ്രസ് ഏത് കാലത്തൂടെയാണ് കടന്നു പോകുന്നത്? അവർക്ക് അവരുടേതായിട്ടുള്ള എല്ലാ ജനാധിപത്യത്തിൻ്റെ ഈ പുഷ്കലകാലമൊക്കെ അതിൻ്റെ വസന്തം അടയാളങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിറയെ സമയമെടുത്ത് ജനങ്ങൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ ഞങ്ങൾ ഇതിലൊക്കെ പോകുമെന്ന് പറയാവുന്നൊരു കാലം അവർക്കുണ്ടായിരുന്നു. ആ കാലത്തെ അമിതമായിട്ട് ധൂർത്തടിച്ചിട്ടാണ് അവർ ഈ മട്ടിലേക്ക് ഇങ്ങനെ ചുരുങ്ങി വന്നത്. PS ശ്രീധരൻപിള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലെല്ലായ്പ്പോഴും പറയുന്ന പോലെ ഉപ്പുവെച്ച കലം പോലെയായി പോയത് അങ്ങനെ അതിനെ ധൂർത്തടിച്ചിട്ടാണ്. എന്നിട്ട് ഇപ്പോഴും
അതേ ലെവലിലേക്ക് കാര്യങ്ങൾ പ്രയോഗിക്കുകയാണ്. അതായത് BJP ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ സംഗതികളെ നേരിടുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വേഗത്തിൽ തീരുമാനമെടുക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പം തന്നെയും പതുക്കെ ഞാൻ പറയുന്ന VM സുധീരൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഒരാളാണ്. നമ്മുടെ ഏറ്റവും തലമുതിർന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലെടുത്താലും ഏറ്റവും തലമുതിർന്ന നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹം പോലും വളരെ ഒരു സാത്വികമായ ഭാവത്തിൽ വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ടെന്ന് വസ്തുത തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. നാളെ ഇവർ മുഖ്യമന്ത്രി ഇന്ന ആളാണെന്ന് പ്രഖ്യാപിച്ചിട്ട് നമ്മളോടൊന്ന് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളാണ് ആകപ്പാടെ കുഴപ്പമുണ്ടാക്കിയത്. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നാളെ അവർ പറയും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയാണ്. പക്ഷേ ഇത് ഇത്രയും ദിവസം ഒരു തരത്തിലും അവർ തള്ളിക്കൊണ്ട് പോകാൻ പാടില്ലായിരുന്നു. ചില തീരുമാനങ്ങൾ വൈകിപ്പിച്ചെടുക്കേണ്ടത് തന്നെയാണ്. ഹർഷൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് വെച്ചിട്ട് ചില തീരുമാനങ്ങൾ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ഏത് സംഭവത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ചില തീരുമാനങ്ങൾ വൈകിപ്പിച്ച് തന്നെ വേണം എടുക്കാൻ. പക്ഷേ വൈകിപ്പിച്ചെടുക്കേണ്ടുന്ന കാര്യം വൈകിപ്പിച്ചുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് അവർ അടങ്ങുന്നതോ ഈ തീരുമാനത്തിന് ഗുണകരമാകുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. ഇതിപ്പോൾ വൈകിപ്പിക്കുന്നത് കൊണ്ട് ഈ വൈകാരികാവസ്ഥ കൂടിക്കൂടി വന്നു എന്നല്ലാതെ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ അന്നത്തെ ദിവസം വർഷം പറഞ്ഞ രണ്ടാമത്തോ മൂന്നാമത്തോ ദിവസം KC വേണുഗോപാലിനെയോ VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ ഏതെങ്കിലും ഒരാളെ മുഖ്യമന്ത്രി ഇന്നയാളാണെന്ന് പ്രഖ്യാപിച്ച് എന്തുണ്ടാകുമായിരുന്നു? ഒരു ദിവസം ഒരു അതൃപ്തിയോ അതിനുമുള്ളൊരു ചർച്ചയോ മറ്റോ ഉണ്ടാകും. പക്ഷേ ഈ 102 MLA-മാരും അവർക്കൊപ്പമെല്ലാം അവരെ വിജയിപ്പിച്ച ജനങ്ങളുമെല്ലാം ചേർന്ന് നിന്നിട്ട് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി കാത്തു നിൽക്കും. ഈ നമ്മളുടെ ഇത്തരം ചർച്ചകൾ നടക്കുന്ന ഈ ടെലിവിഷൻ ചാനലുകൾക്കകത്ത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ UDF-ൻ്റെ പ്രവർത്തകർക്ക് ആകെ സന്തോഷം പകർന്ന വിധത്തിൽ ഈ പറയുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. പിന്നീട് ഇങ്ങോട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. അപ്പോൾ ആളുകൾ പതുക്കെ ഇതാ നമ്മുടെ സർക്കാർ എന്ന മട്ടിലേക്ക് ആളുകൾ വരും. പക്ഷേ 10 ദിവസം ഈ ഹൈക്കമാൻഡ് ഇങ്ങനെ കാര്യങ്ങളെ കൊണ്ടുപോയി. ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ള മട്ടിൽ ഞാനൊന്ന് എഴുതി നോക്കുമ്പോൾ ഞാനതങ്ങ് വായിക്കാം. പക്ഷേ അതായിരിക്കും എനിക്കിങ്ങനെ വെറുതെ എത്ര ദിവസമായി നമ്മളിങ്ങനെ പറയുന്നു, എത്ര ദിവസമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. 3 ശാക്തിക ചേരികൾ രൂപപ്പെട്ടു. അത് നേതൃതലത്തിൽ മാത്രമല്ല താഴെത്തട്ടോളം പടർന്നു. ഇനിയുള്ള 5 വർഷത്തെ ഭരണകാലവും ഇതിങ്ങനെ തന്നെ നിൽക്കും ഇല്ലേ? ഒന്നാമത്തെ. രണ്ടാമത്തെ, ഘടകകക്ഷികളും കോൺഗ്രസും തമ്മിൽ വാക്ക് തർക്കങ്ങളായി, നേതാക്കൾ തമ്മിൽ. ഇതും താഴെത്തട്ടോളം പടർന്നു കഴിഞ്ഞു, സംശയമില്ല. അതിനുള്ള സമയം കിട്ടി. 10 വർഷമായിട്ട് ഇല്ലാതിരുന്ന ഈ ഘടകകക്ഷികളും മുന്നണിക്കകത്തെ കോൺഗ്രസും തമ്മിലുള്ള ആ തർക്കം എന്ന സംഗതി ഉണ്ടായി. ഘടകകക്ഷികൾ അതിരുവിട്ട് പെരുമാറിയെന്ന രോഷം ചില നേതാക്കൾക്കുള്ളിൽ രൂപപ്പെട്ടു. അതാ ഇനി അവിടെ കടന്ന് വളരും. ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനമെടുക്കൽ ശേഷിയെക്കുറിച്ച് അവമതിപ്പ് നാട്ടിലാകെ തന്നെ ഉണ്ടായി. ഇത് രാഷ്ട്രീയ എതിരാളികൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രയോഗിച്ചേക്കും. അതായത് ഇത്രയും ദിവസം നീണ്ടതുകൊണ്ട് നാട്ടുകാർക്കിടയിൽ ആരും ഈ സംഭവം അറിയാത്തവരായിട്ടില്ലാത്ത നിലയായി. ഇത് സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ഉപയോഗിച്ചേക്കും. ഞാനത് വിശദീകരിക്കാം. ഒരു മുഖ്യമന്ത്രി 2 മെഗാ അതൃപ്തർ എന്ന സാഹചര്യത്തെ സൃഷ്ടിച്ചതിൽ ഹൈക്കമാൻഡിന് വലിയ പങ്കാളിത്തമുണ്ട് എന്ന് നാട്ടുകാർ മനസ്സിലാക്കി. ഹൈക്കമാൻഡ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത കാര്യങ്ങൾ പ്രഖ്യാപിക്കണമായിരുന്നു. BJP അപ്പുറത്തുണ്ടായിരിക്കെ ഇനി വരാവുന്ന കാര്യങ്ങൾ BJP-യും മിസ്യൂസ് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ലീഗിന് ഒരു കാര്യമില്ലാത്തൊരു ചീത്തപ്പേരുണ്ടായി. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തീരുമാനമെടുക്കുന്നു എന്ന ആവശ്യമില്ലാത്തൊരു ചർച്ചാ സംഗതി അന്തരീക്ഷത്തിലേക്ക് വരാൻ ഇത് കാരണമായി. എന്താണ് ലീഗ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം മര്യാദയുള്ളൊരു മുന്നണിയിലെ ഘടകകക്ഷിയാണെന്ന് ആലോചിക്കണം. ഭരണം തുടങ്ങിയാലും ഇവർ തമ്മിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതയും വിദ്വേഷവും ഭരണസംഗതികളെ പോലും ബാധിക്കുമെന്ന വേവലാതി നാട്ടുകാർക്കിടയിൽ ഉണ്ടാകാനും കാരണമായി. ഇതിപ്പോൾ നമ്മൾ കാണേണ്ടുന്ന നിയമസഭയിലേക്ക് നാളെ ഇവർ 102 MLA-മാരുമായിട്ട് ചെല്ലുമ്പോൾ അവിടെ സംഭവിക്കാവുന്ന 35 പേരെ അപ്പുറത്തുള്ളൂ. 3 പേര് മറ്റൊരു ബ്ലോക്കായിട്ട് ഇരിക്കുന്നുണ്ട്. ഭരണപക്ഷത്ത് സഭയിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ വിഷയം ഇവർ എടുത്ത് ഉന്നയിക്കും. പ്രതിപക്ഷം ഉന്നയിച്ചാലോ മുഖ്യമന്ത്രിക്കെതിരെയോ മറ്റോ വരുമ്പോൾ ഇവർ 102 പേര് ഒറ്റക്കെട്ടാവാൻ ശ്രമിക്കുമ്പോൾ അവരാദ്യമായിട്ട് പ്രയോഗിക്കുന്നത് ഞങ്ങൾക്കറിയാം കേട്ടോ, മറ്റേ ആൾക്ക് പാര വെച്ച് വെക്കാൻ വേണ്ടി നിന്നതാണ്. നമുക്ക് പിണറായി വിജയൻ പലതവണ മുൻകാലങ്ങളിലെ ഗ്രൂപ്പ് തർക്കങ്ങളെ നിയമസഭയിൽ ചില ഘട്ടങ്ങളിൽ അതിഗംഭീരമായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പിണറായി വിജയൻ മാത്രമല്ല, അത് സഭയുണ്ടായ കാലത്തോളം നടന്ന കാര്യമാണ്. അപ്പോൾ അത്തരം സംഗതികളൊക്കെ ഉണ്ടാവുക എന്ന കാര്യമുണ്ടായി. ഇതിനകത്ത് എനിക്ക് തോന്നുന്നൊരു ഹൃദയഭേദകമായ അല്ലെങ്കിൽ അങ്ങേയറ്റം ദുഃഖകരമായ കാര്യം എന്നുള്ളത് ഈ മുസ്ലിം ലീഗ് ഇങ്ങനെ വെറുതെ ഒരു എതിർക്കപ്പെടേണ്ടുന്ന സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ബുദ്ധിമുട്ട് കോൺഗ്രസ് ആയിട്ടുണ്ടാക്കിയതാണല്ലോ. ഹൈക്കമാൻഡും കോൺഗ്രസ് ലീഡർഷിപ്പും എല്ലാം ചേർന്നുണ്ടാക്കിയാണ്. ലീഗ് എന്ത് പിഴച്ചു എന്ന് ആലോചിച്ച് നോക്കും. ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ലീഗ് എന്താ പിഴച്ചത്? ലീഗ് നേതൃത്വം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് VD സതീശനായിരുന്നു. ആണല്ലോ, എല്ലാവർക്കും അറിയാം. VD സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമാണ് ഈ പറയുന്ന MLA-മാരിൽ മത്സരിച്ച് വന്ന 2 ആളുകൾ. അപ്പോൾ അതിനകത്തുള്ളൊരു ചോയ്സ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിശ്ചയമായിട്ടും ജനങ്ങളുടെ സമ്മതി VD സതീശനാണ് എന്ന കാര്യം ഇതിനകം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. 100-ന് മേൽ ഒരു സീറ്റ് നില നമുക്കുണ്ടാകും എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ VD സതീശനാണ്. വനവാസമാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ വെച്ചിരിക്കുന്ന ബാക്കി കാലം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതുപോലെ ഒരാളും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വോട്ട് ചെയ്ത ആളുകളെല്ലാം ഇപ്പോൾ തെരുവിൽ പ്രദർശിപ്പിക്കുന്ന പോലെയുള്ള ഒരു ജനവികാരം അവിടെയുണ്ട്. VD സതീശന് അനുകൂലമായിട്ടാണ് അത് വരേണ്ടത്. അപ്പോൾ ലീഗ് സ്വാഭാവികമായിട്ടും ലീഗിനോട് ചോദിച്ചപ്പോൾ VD സതീശനാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി ആകേണ്ടതെന്ന അഭിപ്രായം അവർ പറഞ്ഞു. അപ്പോൾ മാത്യു കുഴൽനാടൻ തൊട്ട്
എം ഹസൻ വരെയുള്ള ആളുകൾ നിങ്ങൾ അഭിപ്രായം പറയണ്ട എന്ന് പറഞ്ഞു. അതെന്ത് വർത്തമാനമാണ് ഹർഷ? അവരഭിപ്രായം പറയേണ്ടതല്ലേ? കാരണം അവരുടെ കൂടെ മുഖ്യമന്ത്രിയല്ലേ നിശ്ചയിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ VD സതീശന് അനുകൂലമായിട്ട് വരേണ്ടുന്ന കാര്യത്തെ ഇതിങ്ങനെ ഒരു പ്രശ്നം ഇവർ ഹൈക്കമാൻഡ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ 10 ദിവസവും ഇമാതിരി കുഴപ്പം പിടിച്ച സാഹചര്യം ഉണ്ടാകുമെന്ന് ലീഗ് വിചാരിച്ചിട്ടുണ്ടാവില്ല. ആരാ വിചാരിച്ചിരുന്നത്? ഇവിടുത്തെ CP റാഷിദ്, അതായത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രവചന വിദഗ്ധനാണ് അദ്ദേഹം. 100-ന് മുകളിൽ വളരെ മനോഹരമായിട്ട് പ്രവചിച്ചു. അപ്പോൾ ഞാനൊക്കെ അവിശ്വസിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനം ശരിയാകാനിടയില്ല എന്ന് വിചാരിച്ച ആളാണ്. പക്ഷേ റാഷിദിൻ്റെ പ്രവചനം പോലും, റാഷിദിൻ്റെ ആ കാര്യത്തിൽ പ്രവചനം ശരിയായി. പക്ഷേ റാഷിദ് പോലും, പ്രവചന സിംഹമായിട്ട് റാഷിദിന് പോലും ഇങ്ങനെ നടക്കും എന്ന് വിചാരിക്കാനോ പ്രവചിക്കാനോ പറ്റിയില്ല. അപ്പോൾ ലീഗ് സ്വാഭാവികമായിട്ടും ഇത് പെട്ടെന്ന് തീരുമല്ലോ, ലീഗിൻ്റെ അഭിപ്രായം പറഞ്ഞു മാറി. പക്ഷേ ലീഗിന് നേരെ ഇവർ വടിവാളെടുക്കുന്ന ഇതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗ് അപ്പോൾ എന്തായി, നാട്ടിലാകപ്പാടെ ചർച്ച വന്നു കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ ഹർഷം പറഞ്ഞതുപോലെ ചർച്ച വന്നു കഴിഞ്ഞു. എന്താണ്, സുകുമാരൻ നായർ മെല്ലെ അത് മുന്നോട്ട് വെച്ചു. ആക്കാരു നാളെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കുറേ കൂടെ അഗ്രസീവായിട്ട് മുന്നോട്ട് വെക്കും. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളെ ഉണ്ടാക്കുന്നത് എന്ന് പറയും. വളരെ സ്വാഭാവികമായിട്ട് VD സതീശനിലേക്ക് വരേണ്ടുന്ന മുഖ്യമന്ത്രി സ്ഥാനം, അതിനൊരു തെറ്റുമില്ലാത്ത ആ തീരുമാനത്തിലേക്ക് വന്നാൽ പോലും അത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും സമ്മർദ്ദം ചെലുത്തിയിട്ട് വന്നതാണ് എന്ന് അങ്ങനെ വ്യാപിക്കാൻ, അങ്ങനെ പ്രചരിപ്പിക്കാൻ ആഗ്രഹമുള്ള ഇപ്പോൾ BJP, സുകുമാരൻ നായർ, ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പോലുള്ള ആളുകൾക്ക് പ്രചരിപ്പിക്കാൻ, ഇവരാരും പ്രചരിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഒരുപക്ഷെ അവർക്കത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചു കൊടുത്തു. ഇത് ആരാണ്ടാക്കിയത്? ഇത് മുസ്ലിം ലീഗല്ല ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കിയത് ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നോക്കൂ, ഹൈക്കമാൻഡ് എത്രമാത്രം ലോ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഞാൻ ലീഗിന് കൊടുക്കുന്ന ആനുകൂല്യമൊന്നും ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ചാടിക്കയറിയിട്ട് ഞങ്ങൾക്ക് ഇന്നയാൾ വേണം കേട്ടോ, ഇന്നയാൾ വന്നില്ലെങ്കിൽ തെരുവിലിറങ്ങുമെന്ന് പറയാനുള്ള യാതൊരു അവകാശവും ഇല്ല. ഇത് 10 വർഷമായിട്ട് LDF ഭരിക്കുകയായിരുന്നു. ഒരുപാട് ജനവിഭാഗങ്ങൾ പിന്നെ UDFനെ പിന്തുണച്ചിട്ടുണ്ട്. ഒരുപാട് ജനവിഭാഗങ്ങൾ VD സതീശനെ അവരുടെ നേതാവായിട്ടും ഭാവി മുഖ്യമന്ത്രിയായിട്ടും കണ്ടിട്ടുണ്ട്. UDF ആണ് ഉറപ്പായിട്ടും പറയേണ്ട. ഒരുപാട് ആളുകൾ സമൂഹത്തിൻ്റെ സെക്ഷൻസ് വന്നിട്ടുണ്ട്. അതിലൊരു ടീം പിന്നെ ജമാഅത്തെ ഇസ്ലാമി, അവർക്ക് കുറച്ചുകൂടെ വർത്തമാനം പറയാൻ വേദികളുണ്ടായിരുന്നുകൊണ്ട് അവരത് പറഞ്ഞു എന്നല്ലാതെ VD സതീശൻ അല്ലെങ്കിൽ ഞങ്ങളിതാ തെരുവിലിറങ്ങും, നിങ്ങൾ തെരുവിലിറങ്ങണം കേട്ടോ എന്ന് പറയാൻ ഒരു അവകാശം അവർക്കില്ലാത്തതാണ്. അവർ കുറച്ച് അടങ്ങിയിരിക്കേണ്ടതായിരുന്നു. ലീഗ് പക്ഷേ അങ്ങനെയല്ല. ലീഗ് വളരെ മാന്യമായിട്ട് അവരോട് ചോദിച്ച കാര്യത്തിന് അവർ മറുപടി പറഞ്ഞ്, കാരണം അവർക്ക് മറ്റൊരു സാഹചര്യം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യം പോലുമില്ല. ലീഗ് അതിൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള അങ്ങേയറ്റം മര്യാദ കാണിക്കുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടി അവരുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറഞ്ഞ് അവിടേക്ക് എത്തിയിട്ട് പോലും ഹർഷ ഇങ്ങനെ ഈ കുഴപ്പത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി. സനീഷ്, ഒരു കാര്യം കൂടെയുണ്ട്. നാളെ ഇപ്പോൾ എന്തായാലും പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഇത് പ്രഖ്യാപിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ MLA-മാരുടെ ഭൂരിപക്ഷം അറിയാൻ വേണ്ടിയിട്ടല്ല. കാരണം നേരത്തെ തന്നെ പാർലമെൻ്ററി പാർട്ടി യോഗം ഈ കാര്യത്തിൽ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിയതാണ്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ആ തീരുമാനം പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പ്രഖ്യാപിക്കുക എന്നത് മാത്രമേ നടക്കാനുള്ളൂ. അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ച് തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ളത് ഒരു കീഴ്വഴക്കമായി അങ്ങനെ പ്രഖ്യാപിക്കുന്നതല്ല. ഇങ്ങനെ പ്രഖ്യാപിക്കണമെന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരുപക്ഷേ അത് പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷത്തിന് വിരുദ്ധമായ ഒരഭിപ്രായമായതുകൊണ്ടുകൂടിയാവാം. ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനം വന്നേക്കാം. അപ്പോൾ അവരെ ഒരുമിപ്പിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇക്കാര്യത്തിൽ ഈ ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിന് അനുസൃതമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെയാണെങ്കിൽ VD സതീശനെ പ്രതീക്ഷിക്കാം. VD സതീശന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു KC ക്യാമ്പ് കുറച്ച് പിന്നോട്ടടിച്ചോ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് സുകുമാരൻ നായരുടെ അടക്കം പ്രഖ്യാപനങ്ങൾ വരുന്നത്. അതായത് ലീഗിൻ്റെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണല്ലോ സുകുമാരൻ നായരുടെ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം അത് എല്ലാവരും അതിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ സുകുമാരൻ നായർ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ബുദ്ധിമുട്ടാവും ജനത്തിന്. അതിപ്പോൾ KC വേണുഗോപാലിനെതിരല്ലേ? നമ്മളിത് സൗകര്യത്തിന് അതിനകത്തുനിന്ന് ഒരു പീസ് എടുത്തിട്ട് അത് VD സതീശനെതിരായി സുകുമാരൻ നായർ എന്ന് പറയുന്നതിനകത്തൊരു കുഴപ്പമുണ്ട്. അല്ല, ഇതിനകത്ത് തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. ശരിയാണ്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഇപ്പം ഇതുകൊണ്ട് ആർക്കെങ്കിലും നേട്ടം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ആകെ പ്രശ്നം എല്ലാവർക്കും ഉണ്ടായി ഹർഷ. അതായത് ഇത് ഇങ്ങനെയല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ, അതായത് 3-ാം ദിവസമോ 4-ാം ദിവസമോ എങ്കിലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ലാത്ത ക്ഷീണം എല്ലാ നേതാക്കൾക്കും ഉണ്ടായി. ഹൈക്കമാൻഡിന് അവരുടെ ഈ പറഞ്ഞ പോലെ തീരുമാനമെടുക്കൽ ശേഷി കുറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നാട്ടുകാർക്കാകെ ബോധ്യം വന്നു. ഇപ്പോൾ KC വേണുഗോപാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. KC വേണുഗോപാലിൻ്റെ നേതൃഗരിമയിൽ നിന്ന് കുറേ കഷ്ണങ്ങൾ വീണുപോയ പോലെ ആയില്ലേ? അത് കുറേ കുറഞ്ഞു പോയ പോലെ ആയിപ്പോയില്ലേ? കാരണം KC വേണുഗോപാൽ എങ്ങനെയാണ്, അതായത് ഇതിനകത്ത് MLA-മാരും സീറ്റ് വിഭജിക്കുകയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരുപാട് ആളുകളെ ചേർത്ത് പിടിച്ച ആളാണ്. പിന്നെ നമുക്കറിയാവുന്നതുപോലെ ഇതിൻ്റെ പിന്നണിയിൽ നിന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയ ആൾ തന്നെയാണ് KC വേണുഗോപാൽ. വലിയ നേതാവായിട്ട് ആളുകൾ പരിഗണിക്കുന്ന ആളാണ്. പക്ഷേ ആ KC വേണുഗോപാലിന് ഇപ്പോൾ എന്താണ്,
അദ്ദേഹത്തിനെതിരെ ആളുകൾ ഫ്ലക്സ് വെക്കുകയാണ്, ഫ്ലക്സ് കുത്തിക്കീറുകയാണ്. അപ്പോൾ അങ്ങേയറ്റം അദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടാവില്ല. ഇപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ ആയിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക. ഈ സിറ്റുവേഷനിലേക്ക് അദ്ദേഹത്തെയും എത്തിച്ചത് ഈ പറയുന്ന തീരുമാനമെടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ബോഡി, ആ സംവിധാനം അവരുടെ പണിയെടുക്കണം. ആ പണിയെടുത്തില്ല. ഇതിൽ ഈ കോൺഗ്രസ് ആലോചിക്കേണ്ട, ഹൈക്കമാൻഡ് ആലോചിക്കേണ്ടിയിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ധാരാളം സംസ്ഥാനങ്ങളിൽ ഈ 2027, 28, 29 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ അധികാരത്തിലുള്ള കോൺഗ്രസ് അധികാരത്തിലുള്ള ഹിമാചൽ പ്രദേശിലാവട്ടെ, കർണാടകത്തിലാവട്ടെ, തെലങ്കാനയിലാവട്ടെ, കേരളത്തിൽ, ഈ 4 സംസ്ഥാനങ്ങളിലാണ് നിലവിൽ ആ നിലയ്ക്ക് നേരിട്ട് അധികാരത്തിലുള്ളത്. അതിൽ കേരളവും തെലങ്കാനയും ഒഴികെ മറ്റ് 2 സംസ്ഥാനങ്ങളും നിലനിൽക്കും എന്ന് പ്രതീക്ഷിക്കാനുള്ള ഒരു വകയുമില്ല. അത് കയ്യിൽ നിന്ന് പോകാനാണ് സാധ്യത. പ്രത്യേകിച്ച് കർണാടകയുടെ ഒരു സ്വഭാവം അതാണ്. ആ സ്വഭാവത്തിനനുസരിച്ച് പോകാനേ സാധ്യതയുള്ളൂ. ഇപ്പോൾ വരുന്ന സർവേ റിപ്പോർട്ടുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ആ മട്ടിൽ തന്നെയാണ് അവിടുത്തെ സ്ഥിതി. ഹിമാചൽ പ്രദേശിലും അതെ. പഞ്ചാബ് മാത്രമാണ് ഇപ്പം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഒരുപക്ഷേ കോൺഗ്രസിന് പിടിച്ചെടുക്കാവുന്ന ഒരു വിദൂര സാധ്യതയുള്ള ഒരു സംസ്ഥാനം. ബാക്കി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് തിരിച്ചു വരാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അതായത് വളരെ പെട്ടെന്നുള്ളൊരു തിരിച്ചുവരവ് അങ്ങനെ സാധ്യമായ ഒരവസ്ഥയില്ല. അപ്പോൾ ഉള്ള കേരളത്തിലൊക്കെ ഈ മട്ടിൽ കാര്യങ്ങളിലും തീരുമാനങ്ങളിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ഇത് വൈകിക്കുന്നത് കൂടുതൽ അബദ്ധമാവുകയുള്ളൂ. ആ ഉത്തരവാദിത്ത ബോധം ഹൈക്കമാൻഡ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും അതിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആവേശവും അതിൻ്റെ ആ ഒരു മൊമെൻറ്റവും കീപ്പ് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവണമായിരുന്നു. ഈ ആവേശം പകരാനാവണമായിരുന്നു മറ്റിടങ്ങളിലേക്ക്. ഇത് പതിവ് മട്ടിൽ ഇപ്പോൾ കർണാടകത്തിൽ കണ്ടു കഴിഞ്ഞാൽ സിദ്ധരാമയ്യയും DKയും തമ്മിൽ പ്രശ്നം, ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഒതുങ്ങിയിട്ട് ഈ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാവുന്ന സ്ഥിതി കോൺഗ്രസ്സിന് ഇല്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് തന്നെ എനിക്ക് തോന്നുന്നത് പലയിടത്തും ഇതൊരു ഒരു ഉറച്ച രീതിയിലുള്ള ഒരു വേഗത്തിലുള്ള ഒരു മുന്നോട്ട് പോക്കിലല്ല, പയ്യെ തളർച്ചയിലേക്കാണെന്നുള്ള തോന്നലിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് ആദ്യ അവസരത്തിൽ തന്നെ അധികാരം കയ്യിൽ ഒതുക്കുക എന്നുള്ള തീരുമാനത്തിലാണ് മുഴുവൻ നേതാക്കന്മാരും. അതിൻ്റെ പ്രശ്നമാണ് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന തർക്കം. ആ തർക്കം ഇവിടെയും ഉണ്ടായി എന്നുള്ളതാണ്. ഇവിടെ 3 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, 3 നേതാക്കന്മാരുടെ അതിൽ 2 നേതാക്കന്മാർ, ഇപ്പം രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരാണ്, ആ മട്ടിൽ അറിയപ്പെടുന്ന ആളുകളുമാണ്. അവർ കൂടി മത്സരരംഗത്തുള്ള തരത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. ഒറ്റക്കാരും കൂടി പറയട്ടെ ഇതിനകത്ത് ഹർഷ, അതായത് ഇതിനകത്ത് നമുക്കിപ്പോഴും ഒരു രാഷ്ട്രീയ സംഗതിയിലേക്ക് പോകുന്നു. 3.25 കോടി ജനത ഉള്ളൊരു സംസ്ഥാനത്തെ, പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രബുദ്ധവും സാമൂഹികമായിട്ട് മികച്ച ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉള്ളൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരിക എന്നുള്ളത് ഗൗരവത്തിൽ ആലോചിച്ച് ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഇതിനകത്ത് ഇവർ ചെയ്തതിൽ മിസ്സിംഗ് ആയ കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് മാനദണ്ഡം എന്ന ഒരു കാര്യം ഉണ്ടാക്കിയാൽ ഇതിൻ്റെ എളുപ്പമാകുമല്ലോ. അതാണല്ലോ രാഷ്ട്രീയമായിട്ട് ഒരു ഉന്നത ബോഡി ചെയ്യേണ്ടതിന് കാര്യം. എന്താണ് മാനദണ്ഡം? ആ മാനദണ്ഡം പാലിച്ചെന്നാൽ ചെയ്താൽ മതിയായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ജനപിന്തുണയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ VD സതീശന് എളുപ്പത്തിൽ തീരുമാനമെടുത്ത് VD സതീശനാവട്ടെ എന്ന് പറയാമായിരുന്നു. കാരണം അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇനി അതല്ല MLA-മാരുടെ പിന്തുണയാണെങ്കിൽ ഈ പറയുന്ന KC വേണുഗോപാലിന് കൂടുതൽ ആളുകളുണ്ടല്ലോ. ഞങ്ങൾ പരിഗണിച്ചത് MLA-മാരുടെ പിന്തുണ കൂടുതലാണ്, ഞങ്ങളിൽ ഇത്ര നമ്പറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ആക്കിയിരിക്കുന്നു. ആർക്കാ ചോദിക്കാൻ പറ്റിയ ചെറിയ മുറിവുറുപ്പുണ്ടാവും, അത് കഴിയും. പിന്നെ രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ മിസ്സായ ആളാണ്, അതുകൊണ്ട് ഇത്തവണ കൊടുക്കണം തീരുമാനിച്ചു. ഈ കാര്യങ്ങൾ 3 പേർക്കും അനുകൂലമായിട്ട് നമുക്ക് നാട്ടുകാരോട് പറയാവുന്ന പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇവരൊരു തീരുമാനമെടുത്ത് ആ കാര്യങ്ങൾ പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്കൊരു മുഖ്യമന്ത്രിയെ തരൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇവരുടെ പിന്നാലെ നടക്കേണ്ടത് ഗതികേടായി. ഇപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും 10 ദിവസമൊക്കെ ലാഗ് ചെയ്യുന്നു. ഇപ്പോൾ നാഷണൽ മീഡിയയിലൊക്കെ മൊത്തം, നാഷണൽ മീഡിയ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഹിന്ദി ബെൽറ്റിലെ മീഡിയകളിലെല്ലാം മൊത്തം ഈ ചർച്ചയാണ്. അപ്പോൾ നാളെ മാത്രമല്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ ഹൈക്കമാൻഡിനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടടിക്കുന്നത് ഇവിടെ ഉള്ള തീവ്രവർഗീയ സംഘടനകളുടെയൊക്കെ ഈ വിഷയത്തിലെ നിലപാടാണ് എന്ന മട്ടിലുള്ള ചർച്ച സമാന്തരമായി വരികയാണ്. ഇതിനൊക്കെ അവസരം കൊടുക്കാതെ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നു ഹൈക്കമാൻഡ്. അതെ, അതായത് സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ ആകപ്പാടെ കളക്കി കളഞ്ഞു. അതായത് അവർക്ക് ഉദാരതയോടുകൂടി വോട്ട് ചെയ്തിട്ട് നിങ്ങൾ വന്ന് ഈ നാട്ടിലെ ഭരിക്കൂ എന്ന് പറഞ്ഞ നാട്ടുകാരോട് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ ഹർഷ, അതായത് കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ UDF-ൻ്റെ ആകെ തന്നെയോ സമ്പൂർണ്ണ പിന്തുണക്കാരായിട്ടുള്ള ആളുകൾ മാത്രം വോട്ട് ചെയ്തുണ്ടാക്കിയ വിജയമല്ല ഇത് അവരുടെ താൽക്കാലികമായിട്ട് സ്വിങ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വോട്ട് ചെയ്യുന്ന മനുഷ്യരും മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളടക്കം വോട്ട് ചെയ്ത് കൊടുത്ത ഉദാരമായിട്ടുള്ള ജനവിധി. ആ ജനവിധിയെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദീപാവളി കുളിക്കുക, ധൂർത്തടിക്കുക എന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നാളെ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന
തീരുമാനമെടുക്കുന്നതിൽ ഒരു ദാർഢ്യം, ഒരു ഉറപ്പ് കാണിക്കാത്ത ഈ സംഘത്തിന് എങ്ങനെയാണ് ഭരണവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നൊരു ചോദ്യം വരില്ലേ? ഇപ്പോൾ മറ്റൊരു കാര്യം നോക്കൂ, രാഷ്ട്രീയമായിട്ട് നിങ്ങളുടെ സംഗതികളെ നിങ്ങൾ മുന്നോട്ട് വെക്കാനായിട്ടുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച അങ്ങേയറ്റം അല്ലെങ്കിൽ വീഴ്ച വന്നു പോവുകയല്ലേ? കാരണം ഇപ്പോൾ നീറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ടുണ്ട്. രാജ്യത്തെമ്പാടും വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഡൽഹിയിൽ എൻ എസ് യുവിൻ്റെ പ്രവർത്തകരൊക്കെ SFIക്കാർക്കൊപ്പം തന്നെ സമരത്തിലാണ്. വലിയ പ്രശ്നമായിട്ടത് മാറുകയാണ്. ഇവിടെ SFIക്കാർ പിന്നെ വലിയ സമരം കേരളത്തിൽ നടത്തുകയാണ്. KSUക്കാർക്ക് ആ സമരത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? ഈ പറയുന്ന നേതാക്കൾക്ക് പിന്നെ ഈ നീറ്റ് സംഭവവുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇടാൻ പറ്റുന്നുണ്ടോ? അവരോട് രാഷ്ട്രീയമായിട്ട് അവരോട് കുതൂഹലം കാണിച്ച, അവരോട് കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്ന, അവരോട് ആരാധനയും ആദരവും കാണിച്ച ഈ മനുഷ്യർക്ക് നീറ്റ് പരീക്ഷ പോലെ ഇത്രയും 12 ലക്ഷം കുട്ടികൾ ഉള്ള ദേശീയ തലത്തിലാകെ തന്നെയും ചർച്ചയായിരിക്കുന്ന, ഇവിടെയും കുട്ടികളും രക്ഷിതാക്കളും ബുദ്ധിമുട്ടുന്ന ഈ സംഗതിയെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ പറ്റുന്നുണ്ടോ? 4 കുട്ടികൾ പിന്നെ ഇടിമിന്നലേറ്റ് മരിച്ച സംഭവം ഉണ്ടായപ്പോൾ അങ്ങേയറ്റം ഹൃദയവേദനയോടെ ഈ നേതാക്കൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ആളുകൾ അവരെ വിമർശിക്കുകയാണ്. ആ 4 ചെറുപ്പക്കാരായുള്ള കുഞ്ഞുങ്ങൾ ഇടിമിന്നലേറ്റ് മരിച്ച ദാരുണ സംഭവത്തിനെക്കുറിച്ചുള്ള ഈ നേതാക്കളുടെ നേതൃപ്രതികരണങ്ങളോട് പോലും ആ സംഭവത്തിൻ്റെ ഒരു ഗൗരവത്തെ മറന്നുകൊണ്ട് താഴെ വന്നിട്ട് എതിർത്തും വിമർശിച്ചും വലിയൊരളവോളം ചീത്ത വിളിച്ചിട്ടുമൊക്കെ എഴുതാൻ ആളുകളെ പ്രേരിപ്പിക്കും വിധം ഈ സാമൂഹ്യ സാഹചര്യത്തെ കലക്കിയത് ആരാണ്? ആ ചോദ്യം അവർക്ക് മറുപടി അവർക്ക് പിന്നോട്ട് പോകാൻ പറ്റുമോ? നിങ്ങളിതാ ഒരു സമൂഹം ഒരു സംസ്ഥാനം ആകപ്പാടെ നിങ്ങളെ ഉദാരമായിട്ട് കൈയയച്ച് സഹായിച്ചിട്ട് നിങ്ങൾക്കൊപ്പം നിന്നിട്ട് നിങ്ങളെ ആദരവോടെ നോക്കിയിട്ട് നിങ്ങളെ അധികാര പദവിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ആ നാട്ടിൻ്റെ തന്നെ സാമൂഹ്യ സാഹചര്യത്തെ കലക്കി കളഞ്ഞിരിക്കുന്നു. നീറ്റ് പരീക്ഷയ്ക്കെതിരെ പ്രസ്താവന നടത്താൻ നേതാക്കൾ കഴിയുന്നില്ല. അത് ആലോചിക്കാനുള്ള സമയം കിട്ടുന്നില്ല ഈ പറയുന്ന 102 MLA-മാർക്കും. അവരുടെ യുവജന സംഘടനകൾക്കോ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾക്കോ ഇതൊരു വലിയ ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണല്ലോ എന്ന് കണ്ടിട്ട് ഒരു സമരം നടത്താനോ ഒരു പ്രസ്താവന ഇറക്കാനോ പറ്റുന്നില്ല. ഈ നാട്ടിൽ വലിയ ദുരന്തം ഉണ്ടായിട്ട് അവർക്ക് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നൊരു സഹായം കൊടുക്കണമെന്ന് പറയാൻ ഇവിടെ മുഖ്യമന്ത്രിയില്ല. ആ സംഭവത്തിൽ പ്രതികരിക്കാനുള്ള നേതാക്കൾക്ക് ആ പ്രതികരണം വരിയെഴുതുമ്പോൾ അതിൻ്റെ താഴെ ആ സംഭവത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്ന അണികളെയല്ല കാണുന്നത്. മറ്റു പ്രശ്നത്തിൽ പ്രകോപിതരായിരിക്കുന്ന ആളുകൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ചെയ്യുന്നത്. ആരുണ്ടാക്കി ഈ സാഹചര്യത്തെ ഉണ്ടാക്കിയത് ഈ നേതാക്കളാണ്. ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ ഉന്നത സംവിധാനങ്ങളുമാണ്. ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ അവരുടെ ഉത്തരവാദിത്തം അവർ പാലിച്ചോ എന്ന് നോക്കട്ടെ. ഞാനിത് നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞ് അവസാനം നമ്മളെയും പ്രശ്നത്തിലാക്കി അല്ലേ? നമ്മളിപ്പോൾ ഈ സർക്കാർ വന്ന് ആ സർക്കാരിൻ്റെ പിന്നെ KSRTC ബസ്സിൽ സ്ത്രീകൾക്കെല്ലാം തന്നെയും ഈ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ആക്കിയിരിക്കുന്നു. നമുക്ക് സന്തോഷത്തോടുകൂടി അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഹർഷ അത് നടപ്പാക്കാൻ പറ്റുന്നതാണോ, അതിനെങ്ങനെ അവർ പണം സമാഹരിക്കും എന്നുള്ള അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്ത് ഇല്ല അവർ നടപ്പാക്കിക്കോളും എന്ന പോസിറ്റീവായിട്ടുള്ള വൈബിലേക്ക് ഗ്യാരണ്ടിയിലെ ഓരോ വിഷയവും എടുത്ത് ചർച്ച ചെയ്യണം. മാത്രമല്ല അത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇതിന് പണം എവിടുന്ന് കണ്ടെത്തും എന്നുള്ളത്, സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത്, ഇവർ വൈറ്റ് പേപ്പർ പുറത്തിറക്കുമോ എന്നുള്ളത്, ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ നമുക്കുണ്ട്. പിന്നെ അതിനു മുമ്പ് ഈ തീരുമാനം വന്നതിന് ശേഷം വേണം മന്ത്രിമാരെ ഇനി തീരുമാനിക്കാൻ. ഇതിപ്പോൾ പലയിടത്തും ട്രോള് ഇപ്പോൾ നമ്മൾ ഓണം കഴിയുമെന്നാണ് ഇപ്പോൾ ട്രോള് വരികയാണ്, കാർട്ടൂണുകൾ വരികയാണ്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് തമാശയൊക്കെ പറഞ്ഞേക്കാന്ന് വെച്ചിട്ട് തമാശ പറയുന്ന കാര്യമാണോ ഇത് വളരെ ഗൗരവമുള്ള കാര്യം. അപ്പോൾ നമ്മൾ വളരെ ഗൗരവമുള്ളൊരു കാര്യം, നാട്ടിലെ മുഖ്യമന്ത്രി ഇല്ല എന്നുള്ള ഗൗരവമുള്ള കാര്യം നമ്മൾ അതിനിടയ്ക്ക് പ്രധാനമന്ത്രി പല കാര്യങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വർണം മേടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ബാറ്ററി ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നു. കാർ പൂള് ചെയ്ത് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പ്രഖ്യാപനങ്ങളുടെ തുടർച്ചയിൽ ഇന്ധന വില വർധന ഉണ്ടാകുമെന്ന് ഇന്നിപ്പം വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്ന വലിയ ഈ ഇടിനാശവും വെള്ളപ്പൊക്കവും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേറെ പരിപാടിയിലാണെന്നുള്ളതാണ് പ്രശ്നം. അതാണ് നാളെ എന്ന് മാത്രമോ, നാളെ മാധ്യമങ്ങൾ ചീത്തപ്പേരുമായിരിക്കും. അവരുടെ വിമർശനം മുഴുവൻ മാധ്യമങ്ങൾക്കെതിരെ ആയിരിക്കും. നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ കേരളം കാത്തിരുന്ന നിർണായക പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് പറയുന്നു. മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള അവസാനവട്ട ചർച്ചകളാണ് ഇന്ന് നടന്നതെന്നും ഇനി തീരുമാനം പ്രഖ്യാപിക്കുന്ന ചടങ്ങ് മാത്രമാണ് ബാക്കിയെന്നുമുള്ള വാർത്തയാണ് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരുപോലെ ഇപ്പോൾ ആശ്വാസം നൽകുന്നത്. എന്നാലും ചർച്ചകൾ അവസാനിക്കാത്ത കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും മുഖ്യമന്ത്രി ഇല്ലാത്ത കേരളത്തെയും ഫലം വന്ന് 10ാം ദിവസവും ജനം കണ്ടു എന്നത് നിർഭാഗ്യകരം തന്നെയാണ്. 102 സീറ്റ് നേടിയ ഒരു മുന്നണിക്കാണ് ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഇത്രയധികം സമയമെടുക്കുന്നതെന്നത് നിരാശാജനകം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. കൂടാതെ കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന തമിഴ്നാട്ടിലും അസമിലും ബംഗാളിലും പുതുച്ചേരിയിലുമെല്ലാം പുതിയ സർക്കാർ നിലവിൽ വന്നു കഴിഞ്ഞു. കേവലം ഭൂരിപക്ഷം ലഭിക്കാത്ത തമിഴ്നാട്ടിൽ ഏറെ കടമ്പകൾ കടന്ന വിജയ് മുഖ്യമന്ത്രിയെ അധികാരമേറ്റു എന്ന് മാത്രമല്ല നിർണായകമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കേരളത്തിലും സമാന രീതിയിൽ ഒരു സർക്കാർ ഏറ്റെടുത്ത് നടത്തേണ്ട ഒട്ടനവധി കാര്യങ്ങൾ നിലവിലുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം മറന്നുപോയോ എന്ന് സംശയിച്ചാലും അത്ഭുതമില്ല. എന്തു തന്നെയായാലും മുഖ്യമന്ത്രി ആകാൻ സാധിക്കാത്ത 2 നേതാക്കളെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് കാത്തിരിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല.